ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഓരോ പ്രായത്തിലും ഓരോ സാഹചര്യത്തിലും ചില കാര്യങ്ങൾ അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ പരസ്പരമുള്ള ആകർഷണവും സ്നേഹവും ഒക്കെയാണ്. പങ്കാളികൾ തമ്മിലൊരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അതിനകത്ത് ഓപ്പോസിറ്റിനോടൊരു ആകർഷണമുണ്ട്. ചിലർക്കാണെങ്കിൽ അടിക്കുന്നതിനോട് മാത്രമാണ് താല്പര്യം. എന്നാൽ ചിലർക്ക് അങ്ങനല്ല, അവർ മറ്റ് പല കാര്യത്തിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ലിംഗത്തിൽ പെരുമാറേണ്ട ചില രീതികളെക്കുറിച്ചും അതിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ചുമാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഓരോ വ്യക്തിയിലും വികാരത്തിൻ്റെ അളവ് വ്യത്യസ്തമാണ്. അവർക്കിഷ്ടപ്പെട്ട മേഖലകളും വ്യത്യസ്തമാണ്. തുടക്കത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും പങ്കാളി ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ അനുകൂലമായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് വേണം, മൈൻഡ് സെറ്റ് വേണം. അതുപോലെ പങ്കാളികൾ തമ്മിലുള്ളൊരു ആകർഷണമുണ്ടല്ലോ, ചില സമയത്ത് ചില സാഹചര്യത്തിൽ കുറച്ച് കൂടുതലായിരിക്കും. പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ ലൈംഗികത മുന്നോട്ട് പോകുന്നത് ലിംഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ചിലർക്കാണെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ആത്മവിശ്വാസം വളരെ കൂടുതലാണ്. ചിലർക്കാണെങ്കിൽ അത്ര വലിയ ഒരു കോൺഫിഡൻസ് ഇല്ല. അതുപോലെ ഉപബോധ മനസ്സുമായിട്ട് ഇതിൻ്റെ പ്രവർത്തനത്തിന് അഭേദ്യമായൊരു ബന്ധമുണ്ട്. മനസ്സിന് എന്താണോ കൂടുതലായിട്ട് പരിചയമുള്ളത്, എന്താണോ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത്, അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ പുരുഷൻ്റെ കോൺഫിഡൻറ്റ് ഇതിനകത്ത് വർദ്ധിപ്പിക്കാനായിട്ട് പങ്കാളിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. രണ്ട് വ്യക്തികൾ തമ്മിലൊരു കാര്യം ഷെയർ ചെയ്യുമ്പം അത് എത്രത്തോളം താല്പര്യത്തോടെയാണ് ഉൾക്കൊള്ളുന്നതെന്ന് രണ്ടു പേർക്കും മനസ്സിലാവും. പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ പ്രധാനപ്പെട്ട ആത്മവിശ്വാസം എന്ന് പറയുന്നത് പങ്കാളിക്ക് അവനോടുള്ള താല്പര്യമാണ്. പ്രത്യേകിച്ചും ഈ സമയത്തുള്ള റെസ്പോൺസ് മാത്രമല്ല, ഇതെല്ലാം കഴിയുമ്പോൾ അവനോട് പെരുമാറുന്ന രീതിയും വളരെ പ്രധാനമാണ്. ചിലരാണെങ്കിൽ ഈ സമയത്ത് ഒന്നും ചെയ്യത്തില്ല, പ്രത്യേകിച്ച് വലിയ റെസ്പോൺസ് ഒന്നുമില്ല, എല്ലാം പുരുഷൻ ചെയ്യട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡാണ്. എന്നാൽ ചിലരിതിന് നേരെ ഓപ്പോസിറ്റാണ്. തുടക്കം മുതലേ സജീവമാണ്. നമ്മളിപ്പോൾ ഒരു വാഹനം ഓടിക്കാൻ പഠിക്കുന്നു അല്ലെങ്കിൽ ഓടിക്കുന്നു. ഇതിനകത്തുള്ള നമ്മുടെ ആത്മവിശ്വാസം എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും? അതിനകത്ത് ഏറ്റവും പ്രധാനം നമ്മൾ സ്ഥിരമായിട്ടത് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ കൂടിയിരിക്കുന്ന ആളിൻ്റെ പ്രതികരണം കോൺഫിഡൻസിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് വരുന്ന മിസ്റ്റേക്കുകൾ, അതുപോലെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ആളാണെങ്കിലോ നമുക്കത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിലാണല്ലോ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത്. സ്നേഹപ്രകടനങ്ങൾ, ചുംബനങ്ങൾ. ചിലർക്കാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഹാർഡായിട്ട് പെരുമാറുന്നത് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടുന്നുണ്ട്. തന്നെയല്ല, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോണുകളാണ് ശരീരത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഓരോ ഭാഗത്തെ പ്രവർത്തനത്തിനും ഹോർമോണിൻ്റെ വ്യത്യാസമുണ്ട്. ഇവിടെ ലിംഗത്തിൽ പെരുമാറുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് അതിൻ്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തും, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. തന്നെയല്ല, പങ്കാളിയോടുള്ള ആകർഷണം കൂടുതലായിട്ട് തോന്നും. അതുപോലെ സ്നേഹം കൂടുമ്പോഴുള്ള ചില പെരുമാറ്റ രീതികളുണ്ടല്ലോ, ഈ സമയത്ത് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോണാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഹോർമോണും ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സംതൃപ്തി ഉണ്ടല്ലോ, അതിന് കാരണമാകുന്നുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പല ഹോർമോണുകളും പ്രവൃത്തി ചെയ്യുമ്പോഴാണ് ഉൽപ്പാദനം കൂട്ടുന്നത്. ഇടയ്ക്കൊക്കെ അത് ഉൽപ്പാദിപ്പിച്ചെങ്കിലേ ബ്രെയിൻ സിസ്റ്റത്തിനും അതൊരു ശീലമാകത്തുള്ളൂ. അതുപോലെ മസിൽ മാസ് കൂടാനായിട്ടും ഈ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ വേണം. തന്നെയല്ല, യോനിയിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാനും അതിനകത്തൊരു ഡിസയർ ഉണ്ടാക്കി എടുക്കാനുമൊക്കെ സ്ത്രീകളെയും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനകത്ത് ഏത് പ്രവൃത്തിയാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമുണ്ട്. അപ്പം തുടക്കത്തിൽ സ്ത്രീ പങ്കാളിയെ സംബന്ധിച്ച് ഇതിന് കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കാം. കാരണം ലാസ്റ്റ് സ്റ്റേജ് വരുമ്പോൾ മനസ്സിനെ ഒരു പ്രത്യേക ഭാഗത്ത് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ സമയത്ത് പലപ്പോഴും കണ്ണുകൾ അടച്ചുള്ള പ്രതികരണമായിരിക്കും. പിന്നെ ഇതിനകത്തൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ കുറേ നാൾ ശീലിച്ച് വന്നിരിക്കുന്ന ഒരു കാര്യം മാറ്റുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. അപ്പോൾ അതിനകത്തൊരു പോസിറ്റിവിറ്റി ഇല്ല, അല്ലെങ്കിൽ ഒരു മടുപ്പ് വരുന്നെങ്കിൽ മാറി ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. എപ്പോഴും വ്യക്തികളെ മാറ്റാനൊക്കത്തില്ലല്ലോ, അപ്പോൾ രീതികൾ മാറ്റണം. ഈ സ്പർശനവും ബ്രെയിൻ സിസ്റ്റമായിട്ട് വളരെ അഭേദ്യമായൊരു ബന്ധമുണ്ട്. എവിടെ കൂടുതൽ സ്പർശനം വരുന്നോ അതുമായിട്ട് ബന്ധപ്പെട്ട നെർവുകൾ ബ്രെയിൻ സിസ്റ്റം കൂടുതലായിട്ട് ആക്റ്റീവാക്കും. അതുകൊണ്ട് ആ ഭാഗത്ത് കൂടുതലായിട്ട് ബ്ലഡ് സർക്കുലേഷൻ വരുന്നു, അത് വികസിക്കാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നു, അവിടുത്തെ ഊർജ്ജ ലെവൽ കൂടുന്നുണ്ട്. അപ്പോൾ എവിടെയാണോ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടത്, കൂടുതൽ സ്ട്രോങ് ആക്കേണ്ടത്, അതുപോലെ അതിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തേണ്ടത്, അവിടെ കൂടുതലായിട്ട് ശ്രദ്ധിച്ചാൽ മതി.
എനിവേ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.